50 ലക്ഷം രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത്. അതിൽ കാണിക്കുന്നത് ഏരിയയിൽ നമ്മുടെ ഏരിയ എടുക്കുകയോ അല്ലെങ്കിൽ ചില ഭാഗത്ത് സ്പേസ് വീടിന്റെ ഏരിയ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുത്തു നിർമ്മാണം കഴിഞ്ഞ വീടുകൾക്ക് നമ്പർ കിട്ടാനുള്ള മെത്തേഡ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളെ വീട് പെർമിറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡ്രോയിങ്ങും നമ്മൾ വീട് പണി ചെയ്യുന്ന സമയങ്ങളിൽ എന്തെങ്കിലും അഡീഷനോ അല്ലെങ്കിൽ ഡിഡക്ഷനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഏരിയയിൽ എന്തെങ്കിലും കൂട്ടിയെടുക്കുകയോ അല്ലെങ്കിൽ ചില ഭാഗത്ത് സ്പേസ് വീടിന്റെ ഏരിയ കുറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കാണിച്ചുകൊണ്ട് പുതിയ പ്ലാന് നമ്മൾ ആ സമയത്ത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പ്ലസ് ആ ഡോക്യുമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം നമുക്ക് സെസ് അടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ലാബ് റിസോഴ്സ് അടക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ ടോട്ടൽ ഏരിയ എത്രയാണോ അതിനൊരു നിശ്ചിത ഒരു എമൗണ്ട് ഒരു എം സ്ക്വയറിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് നമുക്ക് ആ ഒരു അതിൽ കാണിക്കുന്നുണ്ടാവും. അത് പ്രകാരം നമ്മൾ ലാബ് റിസോഴ്സ് നമ്മൾ അടക്കേണ്ടതുണ്ട്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 15 ലാക്കാണ് അല്ലെങ്കിൽ 20 ലാക്കാണ് നമ്മുടെ ടോട്ടൽ ആ ഒരു കൺസ്ട്രക്ഷൻ കോസ്റ്റ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 50 ലാക്കാണ് നമുക്ക് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1% ആണ് നമ്മളതിൽ ലാബ് റിസോഴ്സ് ആയിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത്. ഇപ്പോൾ ഒരു 50 ലക്ഷം രൂപയാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുള്ളത് അതിൽ കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏരിയ ടോട്ടൽ ഏരിയ ഒക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. അതിന് 1% 50 ലക്ഷം രൂപയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപയാണ് നമ്മൾ സെസ് ആയിട്ട് ലാബ് റിസോഴ്സ് ആയിട്ട് അടക്കേണ്ടി വരിക. അപ്പോൾ നമ്മളിത് ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എഞ്ചിനീയർമാർക്ക് അത് ലാബ് റിസോഴ്സ് അടച്ചതിൻ്റെ റെസിപ്റ്റും കൂടെ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഡോക്യുമെന്റുകൾ നമ്മൾ കീപ്പ് ചെയ്യണം. ഏത് സമയത്താണ് കംപ്ലീഷൻ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം വീട് പണി തേപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ സ്ട്രക്ചറൊക്കെ ആയി കഴിഞ്ഞാൽ കംപ്ലീഷന് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതായത് നമ്മൾ കംപ്ലീഷന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അപേക്ഷിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത് നമ്മൾ വീട് വാസയോഗ്യമാവണം. അതായത് ഫ്രണ്ടിലും ബാക്കിലൊക്കെ നമ്മൾ ഡോറുകളെല്ലാം ക്ലോസ്ഡ് ആയിരിക്കണം. പിന്നെ ടോയ്ലറ്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്കായിരിക്കണം. അത്തരത്തിലുള്ള ഫെസിലിറ്റികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എഞ്ചിനീയർ മുഖേന അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ രണ്ടാമത് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡ്രോയിങ് പ്രകാരം ഉദ്യോഗസ്ഥന്മാരെ നമ്മളെ സൈറ്റിൽ വന്നിട്ട് അവർ മെഷർമെൻറ്റുകളൊക്കെ എടുത്തു ബിൽഡിങ്ങിൻ്റെ അളവുകൾ നമ്മൾ പുതിയതായിട്ട് കൊടുത്തിട്ടുള്ള അളവുകൾ പ്രകാരമാണോ എന്നുള്ളതൊക്കെ അവർ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുക നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ആയിട്ടില്ല. നമ്പർ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് അസസ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ ഈ പ്ലാനും നമ്മളവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻ എലിവേഷൻ പോലത്തെ ഡ്രോയിങ്ങുകളും ഈ പറഞ്ഞ രീതിയിലുള്ള സെസ് അടച്ച റെസിപ്റ്റുകൾ അതുപോലെ തന്നെ നമുക്കൊരു ടാക്സ് പേയ്മെൻറ്റ് വരുന്നുണ്ടാവും. അതും നമ്മൾ അടച്ചതിൻ്റെ ഡോക്യുമെൻ്റ് പ്രകാരം ടാക്സ് അസസ്മെൻറ്റ് അതായത് അക്ഷയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ടാക്സ് അസസ്മെൻറ്റ് ഫോം 2 നിങ്ങൾ അത് അവിടുന്ന് അപ്ലൈ ചെയ്യണമെന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ പറഞ്ഞ രീതിയിലുള്ള ഡോക്യുമെൻറ്റുകൾ എഗെയിൻ ഇതുപോലെ കെ സ്മാർട്ട് വഴി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വെരിഫൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബിൽഡിങ്ങിൻ്റെ ടാക്സ് നിങ്ങൾക്ക് അതിൽ അപ്രൂവ് ആകുന്നുണ്ടാവും. ആ ടാക്സ് പേയ്മെൻറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് നമ്പർ ആ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ നമ്പർ അടക്കം നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പ്രോസസ്സാണ് നമുക്ക് കംപ്ലീഷനിലുള്ളത്. ഒന്നാമത് പറയുന്നത് നിങ്ങൾ അതിൻ്റെ ഡോക്യുമെൻറ്റുകൾ ക്ലിയർ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പെർമിറ്റ് എടുക്കുന്ന സമയത്ത് ഉള്ള ഡ്രോയിങ് പ്ലാൻ എന്തായിരുന്നോ അതിൽ കംപ്ലീഷൻ്റെ സമയങ്ങളിൽ അല്ലെങ്കിൽ വർക്ക് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ രണ്ടാമത് കൊടുക്കുന്ന പ്ലാനിൽ കാണിക്കുക എന്നുള്ളതാണ്. പിന്നെന്ന് പറയുന്നത് നമ്മൾ സെസ് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സെസ് 1% ടോട്ടൽ കോസ്റ്റിന് 1% ആണ് നമ്മളിൽ സെസ് വരുന്നുണ്ടാവുക. പിന്നെ നമ്മൾ വാസയോഗ്യമായിട്ടുള്ള സമയത്താണ് നമ്മൾ ഈ രീതിയിൽ കംപ്ലീഷന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ആഫ്റ്റർ ദാറ്റ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അക്ഷയ മുഖേന ടാക്സ് അസസ്മെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പെർമിറ്റും അല്ലെങ്കിൽ വീട് നമ്പർ നിങ്ങൾക്ക് കയ്യിലേക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ ഈ ഒരു ഇന്നത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്.